ഹോട്ട് സീറ്റ് അവതരിപ്പിച്ചിട്ടുള്ള ആ ടൈമിലുള്ള ഒരു ഷാരിക കെ.ബി, ബിഗ് ബോസിന് ശേഷമുള്ള ഒരു ഷാരിക കെ.ബി, ഇപ്പൊ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? തീർച്ചയായിട്ടും എന്റെ ലക്ഷ്യം അതാണെന്ന് ഞാൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ആദ്യത്തെ എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു ലക്ഷ്യം ഹോട്ട് സീറ്റ് ഷാരിക എന്നറിയപ്പെടാനല്ല ഞാൻ BBയിലേക്ക് പോയത്. എന്നെ അതിനകത്ത് പിടിച്ച് അല്ലെങ്കിൽ എന്നെ അവർ പിക്ക് ചെയ്യാനുള്ള കാര്യം ചിലപ്പോൾ ഹോട്ട് സീറ്റ് ആയിരിക്കും. പക്ഷേ എൻ്റെ ആ ഒരു അഗ്രസീവ്നെസ്സും എൻ്റെ ആ ഒരു കലിപ്പ് ലുക്കും അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ പൊരിക്കാനുള്ളൊരു സമീപനമൊക്കെയാണ്, എൻ്റെ ഒരു ധൈര്യമൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ ക്രൂവിന് അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്ക് എന്നെ ഞാൻ പ്രൊഫൈൽ കൊടുത്തപ്പോൾ ആകർഷിച്ചത്. അത് ഞാൻ സക്സസ് ആകുകയും ചെയ്തു. അവരെൻ്റെ ആ ഒരു വൈബ്രൻസിൽ വീണുപോയി. അവരെന്നെ അതിനകത്ത് സെലക്ട് ചെയ്തു, ഞാൻ അതിൽ പോയി. എൻ്റെ ഒരു ലക്ഷ്യം ജനങ്ങൾക്ക് ഷാരിക എന്ന യഥാർത്ഥ വ്യക്തി, കാരണം ഒരുപാട് തെറിവിളികൾ ഞാൻ കേട്ടു ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നു കൊണ്ട്. ഞാൻ ഒരുപാട് തെറിവിളികൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ കുടുംബക്കാർക്കും, എനിക്കൊന്നും എൻ്റെ മകളെ പുറത്തറിയാത്തതില്ല, അവളെയും കൂടെ തെറിവിളിച്ചേനെ. അത്രയും പുറത്ത് കേൾക്കാൻ പറ്റാത്ത തെറിവിളികൾ, ചീത്തകൾ എന്തിനായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ഹോട്ട് സീറ്റിന്റെ പിന്നിൽ നടക്കുന്ന കഥകൾ ഗസ്റ്റിന്റെ പെർമിഷനോട് ചെയ്യുന്ന കാര്യങ്ങളാണ്, അതെന്റെ പ്രൊഫഷനാണ്. സോ അത് മനസ്സിലാക്കി കൊടുക്കണം എന്ന് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അന്നോട്ടുണ്ട്. കാരണം എൻ്റെ കൂട്ടുകാരും എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ വിളിച്ചു ചോദിക്കും, ഷാരിക നീ ഇങ്ങനെയല്ലല്ലോ. ഞാൻ പണ്ടോട്ടേ അവർക്കറിയാം ഞാൻ ആങ്കർ ആകാനും ഇതുപോലുള്ള മാധ്യമ മേഖലകളിൽ വർക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. പക്ഷെ എപ്പോഴും ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനൊരു ബാഡ് ഫെയിം എന്തിനാണ് നീ എടുത്തതെന്ന് പലരും എന്നോട് ചോദിച്ചു, പലരും ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ. എന്തിനാ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ജേർണലിസ്റ്റുകൾ പറഞ്ഞു ഷാരിക ഇങ്ങനെയാണെങ്കിൽ നീ നശിച്ചു പോകും. അങ്ങനെ പറഞ്ഞ ജേർണലിസ്റ്റുകളുണ്ട്, ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനത്തിലെ ജേർണലിസ്റ്റുകളുണ്ട്. ഇങ്ങനെ പോയാൽ നീ നശിച്ചു പോകത്തുള്ളൂ കേട്ടോ, നീ ഇത് വിട്, നീ ഇങ്ങനെ വൈറലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തും ചെയ്യല്ലേ. അപ്പോഴും എൻ്റെ ലക്ഷ്യം ഇല്ല, ഇതിനൊരു ട്വിസ്റ്റ് എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഇരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് നനച്ചിരിക്കാത്ത നേരത്ത് പെയ്യുന്ന മഴ പോലെ ബിഗ് ബി എന്ന് പറഞ്ഞതിൽ അവർ ഒരുപാട് വൈകിയാണ് ഇപ്രാവശ്യം കോള് ചെയ്യുന്നത്. സാധാരണ മാർച്ചിലൊക്കെയാണ് ബിഗ് ബോസ് നടക്കുക, ഇപ്രാവശ്യം അതിലും വൈകി അവർ മെയ്യിലോ ഏപ്രിലോ ഒക്കെയാണ് ഇത് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓഗസ്റ്റിൽ സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്മൾ സെലക്ടഡ് ആവുന്നു. അതിലേക്ക് പോകുമ്പോൾ നമ്മുടെ ആഗ്രഹം പോസിറ്റീവായിട്ട് വരിക, അതിനനുസരിച്ചുള്ള കളി ഞാൻ അതിനകത്ത് കളിച്ചു. അത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തി. അതായത് നീതിക്ക് വേണ്ടി സംസാരിക്കുകയും വേണ്ട സമയത്ത് സംസാരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഷാരിക എനിക്ക് അവിടെ തുറന്നു കാണിക്കാൻ പറ്റി.